ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ സാധിക്കാതിരുന്നതിന് ഒരു ക്ഷമാപണം നടത്തുകയാണ്. ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ കാരണം പെട്ടെന്നൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അതുകൊണ്ട് ഗിവ് അവേയിൽ പങ്കെടുത്തവർക്കും മെസ്സേജ് അയച്ചവർക്കും വീഡിയോ കണ്ടവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കുമെല്ലാം ഡാഫോഡിൽസിൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. നൈറ്റി മെറ്റീരിയൽസ്, നൈറ്റികൾ, ഫ്രോക്ക് നൈറ്റികൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. 5 നൈറ്റി മെറ്റീരിയൽസ് ഗിഫ്റ്റ് നൽകുന്ന ഗിവ് അവേ വിന്നർ ആരാണെന്ന് നോക്കാം. വീഡിയോ ഷെയർ ചെയ്ത് സ്ക്രീൻഷോട്ട് അയച്ചു തന്ന് ഗിവ് അവേയിൽ പങ്കെടുത്തവർ 3 പേരാണ്. അവരുടെ ഫോൺ നമ്പറിൻ്റെ അവസാന 4 അക്കങ്ങളാണ് നറുക്കെടുപ്പിനായിട്ട് എഴുതിയിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആരാണ് വിന്നറെന്ന് നോക്കാം. 816004889394 എന്നീ 4 അക്ക നമ്പറുകളിൽ അവസാനിക്കുന്ന ഫോൺ നമ്പറുള്ള 3 പേരാണ് ഗിവ് അവേ നറുക്കെടുപ്പിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നമുക്ക് നറുക്കെടുത്തുകൊണ്ട് ആരാണ് വിന്നറെന്ന് നോക്കാം. 0488 എന്ന നമ്പർ അവസാനം വന്നിരിക്കുന്ന ഫോൺ നമ്പറുടമയാണ് വിന്നർ. കൺഗ്രാറ്റുലേഷൻസ്. ഈ നമ്പർ അവസാനം വരുന്നയാൾ കമൻറ്റ് ചെയ്യുക. എത്രയും വേഗം തന്നെ നിങ്ങളുടെ സമ്മാനം ഞാൻ അയക്കുന്നതായിരിക്കും. 6238186488 എന്ന നമ്പറിൽ അഡ്രസ്സ് അയയ്ക്കുക. നെക്സ്റ്റ് ഗിവ് അവേ ഓണത്തിനോടനുബന്ധിച്ചായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും നൈറ്റി ഫ്രോക്കുകൾ, നൈറ്റികളെല്ലാം കസ്റ്റമൈസ് ചെയ്തും അല്ലാതെയും വാങ്ങുന്ന കുറച്ച് പേര് ഉണ്ട്. അവർ എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ അടുത്ത ഗിവ് അവേയിൽ ഞാൻ നൈറ്റികളും നൈറ്റി ഫ്രോക്കുകളും ഒക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഓണക്കോടിയായിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ 10 പേർക്ക് 10 ദിവസം ഓരോ ദിവസം ഓരോരുത്തർക്ക്, അതായത് ഓണത്തിന് മുമ്പുള്ള അത്തം തുടങ്ങി 10 ദിവസമായിരിക്കും നമ്മുടെ ഗിവ് അവേ വരുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഗിവ് അവേയിൽ പങ്കെടുക്കാം. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ സാധിക്കാതിരുന്നതിന് ഒരു ക്ഷമാപണം നടത്തുകയാണ്. ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ കാരണം പെട്ടെന്നൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു.